അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കിന്ന് നമ്മുടെ ബ്ലൗസിൻ്റെയൊക്കെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, ഒരു അടിപൊളി ഡിസൈനൊക്കെ ആക്കിയെടുക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തുള്ള നെക്കൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം നമ്മൾ ലൈനിങ് ഒക്കെ ഇങ്ങനെ വെട്ടിയെടുക്കൂല്ലേ, ലൈനിങ്ങും മെറ്റീരിയലൊക്കെ വെട്ടിയെടുക്കുമ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യരുത്. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്യാണ്ടതാ ഇതുപോലെ ലൈനിങ്ങും നല്ല പീസും എല്ലാം ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്യണത്. അതിനായിട്ട് ഇതേ ക്യാൻവാസ് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ നെക്ക് വിട്ട് എത്രയാണെന്ന് നോക്കുക, അത് നമ്മൾ മാർക്ക് ചെയ്യാം. അതായത് നെക്ക് വീതി 3.5 ഇഞ്ചാണ് ഞാൻ കൊടുക്കുന്നത്. 3.5 ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എത്രയാണ് നമ്മുടെ ഇറക്കം എന്ന് വെച്ചാൽ 6 ഇഞ്ചാണെങ്കിൽ 6 ഇഞ്ച്. 6 ഇഞ്ചിലൊന്നും അത് വെച്ചാൽ ശരിയാവില്ല കേട്ടോ. ഒരു 8 ഇഞ്ച് വരെയൊക്കെ ആണെങ്കിലാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ ഭംഗി ഉണ്ടാവുക. ഞാനത് 8 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? 3.5 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് ഇതൊക്കെ ഒന്ന് നേരെയാക്കി കറക്റ്റ് ചെയ്ത് ഒരു സ്ക്വയറാക്കി വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്യാൻവാസിൽ വെക്കുമ്പോൾ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് മുകളിൽ നിന്ന് ഇതാ ഒരു 3 ഇഞ്ച് താഴത്തേക്ക് ഇറക്കി മാർക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനൊന്ന് സ്ക്വയറാക്കി വരച്ചു കൊടുക്കാം. നമ്മൾ സാധാരണ നെക്ക് വരക്കാൻ വേണ്ടി വരക്കൂല, അതേപോലെ തന്നെ. എന്നിട്ട് ഇതാ ഇനി ഞാൻ വരക്കണം നോക്കിയോ. അതായത് ഈ നെക്കിൻ്റെ ഒരു പകുതി ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കേവ് ചെയ്ത് ഒരു വര ഇട്ട് കൊടുക്കാം. കണ്ടോ ഇങ്ങനെ. അപ്പോൾ നമ്മുടെ നെക്ക് 3.5 ആണല്ലോ, അതിനേക്കാളും കുറച്ചൊരു 1.25 ഇഞ്ച് വരെ വന്നിട്ടുള്ളൂ കേട്ടോ. ആ ഒരു വളവ് ഇതുവരെ. ഇനി അടുത്ത താഴ്ഭാഗത്ത് എന്ത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. ഞാൻ ദാ ഇങ്ങനെ ഒരു റൗണ്ടാണ് കൊടുക്കുന്നത്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു റൗണ്ടിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെട്ട് കഴിഞ്ഞ് നല്ല റൗണ്ടിൽ നിൽക്കും. അല്ലെങ്കിൽ അവിടെ സ്ക്വയർ കൊടുക്കണം, എന്ത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. ഏറ്റവും ഈ ഒരു നെക്കിന് റൗണ്ട് തന്നെയാട്ടോ നല്ലത്. എന്നിട്ട് നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ വെട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് സെൻറ്റർ വെട്ടണതിന് മുമ്പ് സൈഡ് ഒന്നും കൂടെ ഒന്ന് ചെറുതായി കൊടുക്കാം. ബ്ലൗസ് അല്ലേ, ബ്ലൗസിന് ഒരുപാട് ക്യാൻവാസിന് വീതി വന്നിട്ടുണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ച് നിങ്ങളിത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് അത്ര മതി കേട്ടോ. അതായത് നെക്ക് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് അത്രയും കൊടുത്താൽ മതി. പിന്നെ ഇത് നല്ല നീറ്റായിട്ട് വെട്ടണയാണെങ്കിൽ നമുക്ക് നല്ല വശത്തുനിന്ന് വേറെ നല്ല മെറ്റീരിയൽ ഒട്ടിച്ചാൽ നല്ല വശത്തുനിന്ന് ചീത്ത വശത്തുനിന്ന് നല്ല വശത്തേക്ക് കഴുത്ത് മറിച്ചെടുത്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ. അപ്പോൾ ദാ ഇത് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഇതുപോലെ കണ്ടു നോക്കൂ. ഇനിയുണ്ടല്ലോ ഈ റൗണ്ട് ഷേപ്പിലൊക്കെ നമ്മൾ ലേസൊക്കെ വെക്കുകയാണ്. ഇപ്പോൾ പ്ലെയിൻ ബ്ലൗസാണ് നിങ്ങൾ തയ്ക്കണമെങ്കിൽ ഒരു ലേസൊക്കെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലേസ് ഈ റൗണ്ട് ഷേപ്പിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നെക്ക് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇനി നമുക്കിത് ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് നെക്കാണ് ഇത്. ഇന്ന് ഫ്രണ്ട് നെക്കും നമ്മൾ ക്യാൻവാസിൽ തന്നെയാട്ടോ കൊടുക്കേണ്ടത്. ബാക്ക് നെക്ക് ക്യാൻവാസ് ആകുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഫ്രണ്ട് നെക്കും ക്യാൻവാസിൽ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അത് ആ 3.5 ഇഞ്ച് തന്നെ ഞാൻ അകലെ വിട്ടിട്ടുണ്ട്. ഇറക്ക് ഞാൻ 6.5 ഇഞ്ച് ആട്ടോ എടുത്തത്. അപ്പോൾ എത്ര ഇഞ്ച് വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ ബാക്ക് നെക്ക് കുറച്ച് അങ്ങനെ ആക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ഇത് കിട്ടുള്ളൂ കേട്ടോ. എന്താ പറഞ്ഞാൽ ബാക്ക് നെക്ക് നമ്മൾ കുറച്ച് ഇറക്കി എടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഡിസൈനൊക്കെ വെച്ചാൽ ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ക്ലാസ്സിന് വേണ്ടി തയ്ച്ച ബ്ലൗസാണ്. ഈ ബാക്ക് നെക്ക് ഞാൻ നമ്മുടെ യൂട്യൂബിലെ ഫ്രണ്ട്സിന് വേണ്ടി ചെയ്തതാണ്. ബ്ലൗസ് ചെയ്തത് ക്ലാസ്സിന് വേണ്ടി കേട്ടോ. ഓൺലൈൻ ക്ലാസ് ഉണ്ടല്ലോ അതിന് വേണ്ടി. അപ്പോൾ അടുത്ത മാസം, അതായത് സെപ്റ്റംബർ 1-ാം തീയതി അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അതിലേക്ക് ആർക്കെങ്കിലും ഇനി അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ഈ നമ്പറിലൊന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഷെമീസ് മുതൽ ബ്ലൗസ് വരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സാണ് ലൈനിങ് ബ്ലൗസ്. പിന്നെ അതുകൂടാതെ അതിൻ്റെ അകത്ത് എല്ലാം സ്കേർട്ട്, ഷെമീസ്, നൈറ്റി, ചുരിദാർ എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നേ ക്ലാസ്സിനെ പറ്റി. അതിനെക്കുറിച്ചുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ നോക്കിയാൽ മതി. ഇതുവരെ എന്ത് പഠിപ്പിക്കും എന്നുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ആർക്കെങ്കിലും ചേരണമെന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ കേട്ടോ. പിന്നെന്താ പറയാനുള്ളത്, 500 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഫീസ്.
അതായത് മന്ത്ലി ഫീസല്ല, ഒറ്റ ഒറ്റ പ്രാവശ്യം അടച്ചാൽ മതി. ഇത് മുഴുവൻ പഠിപ്പിക്കുന്നതിനാണ് കേട്ടോ 500 രൂപ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ദേ നെക്ക് ഞാൻ ഫുള്ള് റൗണ്ടിൽ അരികൊക്കെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബാക്കിലെ പീസും ലൈനിങ്ങും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ലൈനിങ് ബ്ലൗസിൽ ഈ ഒരു മെത്തേഡൊക്കെ ചെയ്താലേ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. വെറുതെ നോർമൽ ബ്ലൗസിലൊക്കെ കൊണ്ട് ചെയ്താൽ അത്രക്ക് അങ്ങോട്ട് ഭംഗി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എങ്കിൽ കട്ടിയുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ലൈനിങ് ബ്ലൗസിലാട്ടോ കുറച്ചുകൂടി നല്ല ഭംഗി ഉണ്ടാവും. ഏതൊരു മെറ്റീരിയലും ഇത്തിരി കനം കുറഞ്ഞാണെങ്കിൽ നിങ്ങൾ ലൈനിങ് ഇട്ട് തയ്ച്ച് നോക്കൂ, ആ ബ്ലൗസിന് തന്നെ നല്ലൊരു വൃത്തി ഉണ്ടാവും. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ നീറ്റ്നെസ്സും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദാ ഞാൻ ഈ ലൈനിങ് അറ്റാച്ച് ചെയ്യാണ്. ചുറ്റിനും അടിച്ചു പിടിപ്പിക്കുക, സൈഡൊക്കെ വെട്ടിക്കളയുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓളെന്ന ഓപ്ഷനും ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മുടെ കുക്കിംഗ് ചാനലുണ്ട് കേട്ടോ, ഷായിസ് കിച്ചൺ എന്നാണ് പേര്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ കമൻറ്റ് ബോക്സിൽ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതും ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നോക്കി ലൈനിങ് ഒക്കെ ഫുള്ളായിട്ട് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി നെക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യണേ എങ്ങനെയാണെന്ന് നോക്കാം. നെക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വള്ളി വേണമല്ലോ, വള്ളിയിലല്ലേ നമ്മൾ ടസൽസ് ഇടുന്നത്. അപ്പോൾ വള്ളി റെഡിയാക്കാനായിട്ട് ഞാൻ ക്രോസ് പീസാണ് കേട്ടോ എടുത്തേക്കണത്. വള്ളിക്ക് എപ്പോഴും നിങ്ങൾ ക്രോസ് പീസ് തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പീസ് എടുത്ത് വെക്കാം നമ്മുടെ കയ്യിൽ. ഇതാ അതിൻ്റെ നല്ല വശം മുകളിലായിട്ട്, ഇത് ചീത്ത വശമാണ്, നല്ല വശം മുകളിലാക്കി പിടിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേറൊരു പീസ് എടുത്ത് വയ്ക്കുക. അതിൻ്റെ നല്ല വശം മുകളിലായിട്ടിരിക്കണം. അല്ലാതെ നല്ല വശം അല്ലാട്ട ചേർത്ത് വയ്ക്കേണ്ടത്, നല്ല വശം ചീത്ത വശം കൂടെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ചരിച്ച് വെട്ടുക. കണ്ടോ, അങ്ങനെ ചരിച്ച് വെട്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്, എടുത്തിട്ട് ഇതാ എടുക്കണം നോക്കിയോ, കറക്റ്റായിട്ട് നല്ല വശം ചീത്ത വശമാണ് ചേർത്ത് ഇത് ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് അത് നമുക്ക് നേരെ കിട്ടും. അപ്പം ഞാനൊരു 3 പീസ് എടുത്തിട്ടുണ്ട്. ഈ 3 പീസും ഇതേപോലെ ഇപ്പോൾ 2 പീസ് ആഡ് ചെയ്തു, ഇനി ഒരു പീസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് 3 പീസും ഇതാ ഇങ്ങനെ നീളത്തിലാക്കിയെടുക്കണം. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്, പൈപ്പിംഗ് ഫുട്ട് എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും, 1 സൈഡ് ഫുട്ട്. അത് നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ സാധാരണ ഫുട്ട് അഴിച്ച് മാറ്റിയിട്ട് 1 സൈഡ് പ്രസ്സർ ഇട്ട് കൊടുക്കുക. ഓക്കെ, പ്രസ്സർ എന്നും പറയും, ഫുട്ടെന്നും പറയും കേട്ടോ. എന്നിട്ട് അതെന്താ ചെയ്യേണ്ടത്, പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ വള്ളി മറിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, വള്ളി നമ്മുടെ ബാക്കിൽ കെട്ടണ വള്ളി ഉണ്ടല്ലോ, ഡോഡി എന്ന് പറയില്ലേ, ആ സംഭവം മറിച്ചെടുക്കണതാണ് ചെയ്യണത്. അതിനായിട്ട് ഇതാ ഈ നൂല് നമുക്ക് വേണം. ഈ നൂല് പൈപ്പിംഗ് നൂലാണ്. പൈപ്പിംഗ് നൂല് നമ്മുടെ ഈ ക്രോസ് പീസായിട്ട് വെച്ചില്ലേ, അതിൻ്റെ മിഡിലായിട്ട് നടുഭാഗത്തായിട്ട് വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചത് നല്ല വശത്താട്ടോ ഞാൻ വെച്ചത്. ആ നൂല് വെച്ചത് നല്ല വശത്താണ് വെച്ചത്. ഇങ്ങനെ മടക്കി നന്നായിട്ട് കെട്ടിട്ടടിച്ചതിന് ശേഷം ഇതാ ഇതുപോലെ നീളത്തിലടിക്കുക. ഇങ്ങനെ അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പൈപ്പിംഗ് ത്രെഡിൽ അടി കൊള്ളരുത്. അതിനാണ് ഈ 1 സൈഡ് പ്രസ്സർ വെച്ച് കൊടുത്തേക്കുന്നത്, അടി കൊള്ളാതിരിക്കാനായിട്ട്. അതാകുമ്പോൾ സൂക്ഷിച്ച് നമുക്ക് അടിക്കാൻ പറ്റും. നെറ്റം വരെ ഇങ്ങോട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ല നീളത്തിലുള്ള വള്ളി കിട്ടും. അത് പിന്നെ മറിച്ചെടുക്കുമ്പോൾ 2 വള്ളിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്കിതാ ഞാൻ ഉണ്ടെന്ന് വള്ളി പൊട്ടിച്ചിട്ടില്ല കേട്ടോ, അതങ്ങനെ തന്നെ വെച്ചേക്കാണ്. അപ്പോൾ വെറുതെ വേസ്റ്റ് ആവില്ലല്ലോ വള്ളി. ഇതിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ആ വള്ളി പുറത്തേക്ക് വരും. അത് നമുക്ക് ആ ഉണ്ടയിൽ തന്നെ കെട്ടിവെക്കാം. ഈ സൈഡൊക്കെ ഒന്ന് വെട്ടി ഇതാ തുമ്പൊക്കെ ഒന്ന് വെട്ടി നീറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിതാ ഇതിങ്ങനെ പതുക്കെ പതുക്കെ മറിച്ചെടുക്കാം. കണ്ടോ, ഉണ്ടെന്ന് വള്ളി വെട്ടിയിട്ടില്ല എന്ന് കാണിച്ചതാട്ടതാ. ഇങ്ങനെ തള്ളി തള്ളി കൊടുക്കുക, തള്ളി തള്ളി ചുരുട്ടി ചുരുട്ടി എടുക്കുക. തള്ളി മറിക്കാന്ന് പറയില്ലേ, തള്ളി മറിക്കാന്ന് പറയുന്നത് ഇത് മാത്രമല്ല കേട്ടോ, തള്ളി തള്ളി മറിക്കാന്ന് പറയാം. കുറേ പൊങ്ങച്ചം പറയണവരെ ഞങ്ങളുടെ ഇവിടെ എല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു. കുറേ പൊങ്ങച്ചം പറയണവരെ പറയും തള്ളി മറിക്കുകയാണല്ലോ എന്ന് പറയും. ആ സൈസ് തള്ളി മറിക്കുകയാണ്. ഇവിടെ നിന്ന് തള്ളി കൊടുക്കുക, എന്നിട്ട് അങ്ങോട്ടേക്ക് അവിടെ ആ തുമ്പ് ഭാഗം എത്തുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം ഇങ്ങനെ ആക്കിയാൽ മതി, പിന്നെ ഇങ്ങോട്ട് നീങ്ങി 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 വരും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് തള്ളി കൊടുക്കുക, അപ്പുറത്തുനിന്ന് മറിച്ചെടുക്കുക. അതാണ് തള്ളി മറിക്കൽ. ഓക്കെ, പൈപ്പിങ് ചിലരിങ്ങനെ പപ്പടക്കോലോ അല്ലെങ്കിൽ വല്ല കമ്പിയോ ഒക്കെ വെച്ച് മറിക്കണ കാണാം. അതിനേക്കാൾ ഏറ്റവും ഈസി ഈ ഒരു മെത്തേഡാട്ടോ. ഇങ്ങനെ മറിച്ചെടുക്കാൻ നല്ല സുഖമാണ്. ഇതിപ്പോൾ ഈ കോട്ടണൊക്കെ മറിച്ചെടുക്കാൻ ഇത്തിരി പാടാട്ടോ. അത് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. പതുക്കെ പതുക്കെ അത് ഇങ്ങനെ നീങ്ങി നീങ്ങി വരും കേട്ടോ. പിടിച്ച് വലിച്ച് പൊട്ടിച്ചളയരുത് കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്ത് വലിച്ച് 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 എടുത്തിട്ടുണ്ട്. 2 വള്ളിയാക്കി ഞാൻ മുറിച്ചെടുത്തു കേട്ടോ.
വലിച്ചെടുത്തതിന് ശേഷം കേട്ടോ മുറിച്ചത്. ഇനി നമ്മൾ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. നമ്മുടെ ഈ കഴുത്ത് ഒട്ടിച്ചത് അരിക്കൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിൽ നമ്മളൊന്ന് ഫസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ടാണ് നല്ല പീസിലേക്ക് വെക്കണത്. അപ്പോൾ അതാ വെക്കുമ്പോൾ നോക്കി നമ്മുടെ ആ തുമ്പ് വശം ഉണ്ടല്ലോ കാണുന്നുണ്ട്, അതാ ഈ നമ്മുടെ എൻഡ് ഭാഗം, അതായത് ഇങ്ങനെ ഒരു കൂർത്ത് വന്നിട്ടില്ല, ആ ഭാഗത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ തുമ്പൊന്ന് അടിച്ചെടുക്കുക. തുമ്പ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്യാൻവാസിൽ തൊടരുത് കേട്ടോ. ക്യാൻവാസിൽ തൊടാതെ ക്യാൻവാസിൻ്റെ ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് അടിക്കാം. ക്യാൻവാസിൽ അടിച്ച് വെക്കരുത്, അപ്പോൾ നമുക്ക് ആ ഷേപ്പ് കിട്ടൂല. ക്യാൻവാസിൽ മുട്ടാണ്ട് ഇപ്പുറത്തേക്ക് നമുക്ക് മാറ്റി അടിച്ച് വെക്കാം. ഓക്കെ, അതേപോലെ തന്നെ അപ്പുറത്തെ വള്ളിയും നമുക്കിതിലേക്ക് വെച്ച് അടിച്ചെടുക്കാം. എളുപ്പമാട്ടോ ഇത്. ഇപ്പോൾ ഭയങ്കര സിനിമാ നടികളൊക്കെ ചെയ്തിട്ട് അവിടെയൊക്കെ പ്ലെയിൻ ബ്ലൗസിൽ ഈ ഭാഗത്തൊക്കെ കല്ലൊക്കെ വെച്ച് നല്ല മോഡലായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. കല്യാണ ബ്ലൗസിലൊക്കെ ചെയ്യൂട്ടോ ഇതുപോലെ. എന്നിട്ട് ആ നെക്കിലൊക്കെ നല്ല സ്റ്റോണൊക്കെ വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ സ്റ്റോൺ ലേസൊക്കെ വെച്ച് കൊടുക്കും. നല്ല അടിപൊളി ലുക്കാട്ടോ. അപ്പോൾ നിങ്ങൾക്കും നമുക്കും വീട്ടിലിരുന്ന് ഇതൊക്കെ ചെയ്യാം, അല്ലാതെ എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി എന്താ ചെയ്യേണ്ടത്? കണ്ടോ, ക്യാൻവാസിൽ തൊട്ടിട്ടില്ല കേട്ടോ. ക്യാൻവാസിലേക്ക് ഞാൻ അടിച്ചിട്ടില്ല, ഇങ്ങോട്ടേക്ക് മാറ്റിയാണ് ഞാൻ അടിച്ചേക്കണത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളണം കേട്ടോ. ക്യാൻവാസിൽ അടിച്ചാൽ നമുക്ക് ആ മൂല കിട്ടൂലേ. പിന്നെ നമുക്ക് നല്ല പീസിലേക്ക് വെച്ചിട്ട് അടിക്കാം. അപ്പോൾ നമ്മുടെ നല്ല പീസ് എടുക്കുക, അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ മടക്കിയിട്ടിട്ട് സെൻറ്റർ വശം നന്നായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ നെക്കൊക്കെ ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളുവേ. അപ്പോൾ അതുകൊണ്ട് നെക്ക് ചെരിയാതെ കറക്റ്റായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യാൻവാസ് ഒട്ടിച്ച ആ പീസ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്ക് മടക്കിയിട്ടിട്ട് മാർക്ക് ചെയ്യാം. അത് ഞാൻ മടക്കിയിട്ടിട്ട് നഖം വെച്ച് ഇങ്ങനെ മടക്കി കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇതാക്കും. എന്നിട്ട് ഈ മടക്കിൽ കണ്ടോ, ഈ മടക്ക് കാണാണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെന്നിപ്പോകരുത്. നെക്ക് ആദ്യം ആ ഒരു മാർക്ക് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കണം. അല്ലാണ്ട് മോൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് ചെറിയൊരു നോട്ട്സ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ. ഇനി നമുക്കിത് ഈ തുണിയിലേക്ക് വെച്ച് പിടിപ്പിക്കാം. അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പീസിലേക്ക് വെച്ച് പിടിപ്പിക്കുക. വെച്ച് പിടിപ്പിക്കുമ്പോൾ അതാ നോക്കിയേ, വള്ളി ഒന്ന് ഇടയപ്പെടരുതിട്ട് വള്ളി ഇങ്ങോട്ടേക്ക് മാറ്റിയിടുക. എന്നിട്ട് ഇങ്ങനെ സെൻറ്റർ വഴി അടിച്ച് അവിടെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ നോക്കി അറിയാൻ പറ്റുമല്ലോ. റൗണ്ട് നെക്കാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിൽ നിന്ന് 2 ഇഞ്ച് ഇറക്കിയിട്ട് ഇവിടെ ആ വള്ളി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതിട്ട്. ഇപ്പോൾ ഈ വള്ളിയുടെ തുമ്പെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വള്ളി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കയറ്റി വെക്കുക, 2 ഇഞ്ച് ഇറക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ അടിച്ച് പോയാൽ മതി. ഇപ്പോൾ ഇതിങ്ങനെ ഷേപ്പുള്ള കാരണമാണ് ആ ഒരു എൻഡ് പോയിന്റിൽ ഞാൻ അടിച്ചത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ അടിച്ച് പിടിപ്പിച്ചെടുക്കുക. റൗണ്ട് നെക്ക് അല്ല, സ്ക്വയർ നെക്ക്. സ്ക്വയർ നെക്കിനൊക്കെ ഇതുപോലെ ബാക്കിൽ ഇങ്ങനെ ക്യാൻവാസ് വെച്ചിട്ട് വെട്ടി ബാക്കിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ടെസൽസൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയാട്ടോ. സ്ക്വയർ നെക്കിനാണ് ഏറ്റവും ഭംഗിയെന്ന് എനിക്ക് തോന്നിയേക്കണത്. നല്ല ഭംഗിയിൽ വള്ളിയൊക്കെ കെട്ടിയിടുമ്പോഴേ. പിന്നെ അല്ലെങ്കിൽ ഈ ഒരു മോഡലിനൊക്കെ നല്ല രസമായിട്ട് വരണുണ്ട്. എന്തായാലും അടിപൊളിയാട്ടോ സംഭവം. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയിപ്പോൾ നമ്മുടെ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ക്യാൻവാസിൽ കയറരുത് കേട്ടോ. ഇവിടെ അടിക്കുമ്പോഴും ക്യാൻവാസിൽ കയറരുത്. ക്യാൻവാസിൽ കയറാതെ ആ മൂലയൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് കുത്തി നിർത്തി തിരിച്ച്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ നെക്കൊക്കെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ തീരെ പൊടി സ്റ്റിച്ചിലിട്ട് അടിക്കുക കേട്ടോ. പൊടി സ്റ്റിച്ചിലിട്ട് അടിക്കുക. അപ്പോഴാണ് നമുക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റിച്ച് ഇത്തിരി വലുതാണ്, അതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെറുതാക്കി ഞാൻ കറക്റ്റായിട്ട് ചെറുതാക്കിയിട്ട് പതുക്കെ അടിച്ച് പോകണം കേട്ടോ. നെക്കടിക്കുമ്പോൾ ഒട്ടും വെപ്രാളം പിടിക്കരുത്. ക്ഷമ അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ഷമയോടുകൂടെ അടിക്കുക. ധൃതി പിടിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് വേറെ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓർത്ത് ഇങ്ങനെ അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൊളാവും. അപ്പോൾ നെക്ക് നീറ്റായിട്ട് അടിച്ചെടുക്കാം. ആരും ചോദിച്ചു ഞാനിങ്ങനെ വളവളാന്ന് വർത്താനം പറയണതുകൊണ്ട് അടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. സോറി കേട്ടോ, ഇനി കുറച്ച് വർത്താനം കുറക്കാം. വളവളാന്ന് അതിങ്ങനെ പറഞ്ഞ് തരണേ. ഇപ്പോൾ ക്ലാസ്സും കൂടി എടുക്കണോണ്ടാണ് ഇപ്പോൾ കൂടുതലായി എന്ന് എനിക്ക് തോന്നുന്നത് വർത്താനം. ക്ലാസ്സും കൂടി എടുക്കുമ്പോൾ അവരിങ്ങനെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വളവളാന്ന് പറയണ്ട. ഇനി സംസാരം കുറക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം.
അല്ലാതെ നമ്മൾ ഈ വള്ളി വെച്ചിട്ട് കഴുത്തൊക്കെ അടിച്ചതിന് ശേഷം വള്ളി കൊണ്ടുപോയിട്ട് അടി കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ മുകളിലൊരു സ്റ്റിച്ച് വന്ന് താഴെ ഒരു കെട്ട് വന്ന് അതൊക്കെ വൃത്തികേടാട്ടെ. ഇങ്ങനെ ആകുമ്പോൾ അതിൻ്റെ തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോളും, ഒന്നും പുറത്തൊന്നും ഉണ്ടാവൂല, നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്തോളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ചെയ്യാം, നമുക്കറിയാത്തവരാണെങ്കിൽ കഴുത്തൊക്കെ ആദ്യം അടിച്ചു വെക്കും, പിന്നെ വള്ളി അടിച്ചെടുക്കും, എന്നിട്ട് വള്ളി കൊണ്ട് കഴുത്തിൻ്റെ ആ ഒരു അടിഭാഗത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കടകടാന്ന് കെട്ടിട്ട് വെക്കും. അപ്പോൾ ആ കെട്ടിട്ട് വെക്കുമ്പോഴൊക്കെ അതിങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിലായിപ്പോവും. പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ശരിക്കും പണ്ടൊക്കെ കാണുന്ന എങ്ങനെയാണെന്നറിയാതെ പിന്നെ വർത്തമാനം പറഞ്ഞു തുടങ്ങിയിട്ടാ. സോറി കേട്ടോ, ഇതും കൂടെ ഒന്ന് കേട്ടോ. മുമ്പ് ബസ്സിൽ പോകില്ലേ, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണെങ്കിലും കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ബസ്സിൽ പോകുമ്പോൾ കുറേ ചേച്ചിമാരൊക്കെ ജോലിക്ക് പോണ ചേച്ചിമാരും കല്യാണത്തിന് പോണ ചേച്ചിമാരൊക്കെ ബസ്സിലുണ്ടാവില്ലേ. അങ്ങനെയാണ് ഈ ബ്ലൗസിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണം ബസ്സിൽ നിൽക്കുമ്പോൾ. അല്ലാണ്ട് നമുക്ക് ഇത്രയും പേരൊന്നും അടുത്ത് കാണാൻ പറ്റില്ലല്ലോ. പിന്നെ വല്ല കല്യാണത്തിനൊക്കെ പോകണം. ഇപ്പം അതും ഇല്ല, കല്യാണവും ഇല്ല. ഓക്കെ, എന്നാൽ ഇനി വർത്തമാനം പറയണില്ല. അതേ കഴുത്ത് നമ്മൾ പതിച്ചടിക്കാൻ പോകണം. ഇനി വള്ളി പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷേപ്പ് കറക്റ്റായിട്ട് ഇതേ പുറത്തേക്ക് വരും. ഇനി കഴുത്ത് നമുക്ക് പതിച്ചടിക്കാം. ഇനി കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കാം കേട്ടോ. മിണ്ടാണ്ടിരുന്ന ശ്വാസം മുട്ടലടാ. ഇതിവിടെ ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് അടിച്ചു പോവാട്ടോ. ചുറ്റിനും പതിച്ചടിക്കാം. വർത്താനം നിർത്തിയപ്പോൾ മഴ പെയ്ത് തുറന്ന പോലെ ഉണ്ട് അല്ലേ? ശരിയാണ്. എന്ത് ചെയ്യാനാ, എന്നെ സഹിക്കണ എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ മതി. ഇങ്ങനെ ചുറ്റിനും അടിച്ചെടുക്കാം കേട്ടോ. അവിടെ നൂല് പൊങ്ങിക്കണ്ടത് നമുക്ക് കട്ട് ചെയ്ത് കളയാലെങ്കിലേ. ഓക്കെ, ഇനി നമുക്ക് ചുറ്റിനും അടിച്ചിട്ട് ഞാൻ ബൊമ്മക്ക് ബ്ലൗസ് ഇട്ടിട്ട് കാണിച്ചു തരട്ടെ. ഇതിൻ്റെ അടിയിൽ ഞാനൊരു ടെസൽസൊക്കെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ടെസൽസ് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ടെസൽസ് ചെയ്യണത് നാളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബ്ലൗസ് തയ്ക്കണേക്ക ഓരോ ഭാഗങ്ങളായിട്ട് നിങ്ങളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, ക്ലാസ്സിൽ കയറാൻ താല്പര്യമുള്ളവർ, ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ താല്പര്യമുള്ളവർ വെറും 500 രൂപയുള്ളൂ. താല്പര്യമുള്ളവർ കയറുക കേട്ടോ. നമ്പർ സ്ക്രീനിലുണ്ട്, പിന്നെ കമൻറ്റ് ബോക്സിലും ഉണ്ടാവേ. ഇനി നമുക്കിതാ ഇതൊന്ന് കെട്ടി വെക്കണം. അപ്പോൾ ഇത് ബൊമ്മക്ക് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ടെസൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ചെയ്യണത് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നാളെ ഞാൻ അതിൻ്റെ ടെസൽസ് ചെയ്യണ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ടെസൽസ് ഇട്ടിട്ടില്ല. ബ്ലൗസ് ബൊമ്മക്ക് ഇടുമ്പോൾ ടെസൽസൊക്കെ ഉണ്ടാവേ. അപ്പോൾ ഓക്കെ ആയിട്ടില്ലേ ബ്ലൗസ്? ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടിപൊളി വിശേഷമായിട്ട് നാളെ വരാം. ബൊമ്മക്ക് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ എൻ്റെയിൽ 2 കളറ് ടെസലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടില്ലേ ബാക്ക് സൈഡ്? നല്ല കേരള സാരിയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ അടിപൊളി ബ്ലൗസാണ്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.